വിളിച്ചേക്കാന്ന് പിന്നെ ജേക്കെ ഒന്ന് പോയാൽ ചുമ്മാ ചുട്ടിന് മൂന്നോളം നിമിഷം ജീവിതത്തിലേക്ക് തെറ്റുപറ്റിയ അപൂർവ ചില നിമിഷങ്ങളില്ല. സച്ചിൻ സോറി. Adi, whenever you're planning for a trip next time, make sure Aman and Sachin are a part of it. Okay, no. വീഡിയോ ഒക്കെ അല്ലേ? കാണുവാണെങ്കിൽ ഒലക്കന് 35. And also, Rino, welcome to Hyderabad. എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കാൻ സൈന പ്ലേ OTT.
വരുന്നതാ കുറേ ആയപ്പോൾ അത് രാഘവ അതിന്റെ ഇത് ഞാൻ അവിടെ കേൾക്കൂല ചൂടാവണം അവിടുത്തെ ടീച്ചറെ നോക്കണേ ഏതാ കൊണ്ടാക്കുമ്പോൾ നോക്കി അല്ല നീ വിചാരിക്കുമ്പോൾ പരിപാടി പോലെ എനിക്ക് ടീച്ചർ തന്നെയുള്ള അല്ലെങ്കിൽ ശരിയല്ല നമ്മളൊന്നുമില്ല ചെയ്തൊക്കെ കൊടുക്കും അതിനു വേണ്ടി ആയിട്ടില്ല അമ്പൂരില്ലേ അതെ ഞാൻ ശരിയാക്കാം നീ നോടൂ ഓക്കെ ഇടപെടുമ്പോൾ ശരി അവസാനം എന്തോ അറിയാനായിരുന്നു മൊത്തം കുടുംബം ഇരിക്കുന്നുണ്ട് എത്ര ഉണ്ട് ഒരു സമയത്ത് എഴുത്തു പോലില്ല ദേഷ്യം എപ്പോഴാ വിശ്രമിക്കുക ഇത് നോക്ക് കാല് മൊത്തം പൊടിഞ്ഞു എന്റെ ബൈക്ക് എന്തിനാ ഇത്രയും വേഗത്തിൽ ഓടിക്കുന്നത് ജീവനിൽ പൊടിയില്ലേ ജോലി കിട്ടിയത് രാവിലെ ദിവസം 3 കാര്യങ്ങളുണ്ട് ഈ കാല് നീട്ടി കഴിക്കണം സ്ട്രെയിറ്റ് പിന്നെ ഭക്ഷണം മുഴുവന് കഴിക്കണം രാത്രി ശരിയായി ഉറങ്ങണം മനസ്സിലായോ പുസ്തകം അത്ത ഇവിടുത്തെ ഹെഡ്മീസാണ് ഇന്ന് കളിച്ച സീറ്റാണ് പാടും ചോറ് ഉപയോഗിക്കരുത് മുഴുവൻ കഴിച്ചു തീർക്കണം അമ്മയെ ഫോൺ ചെയ്ത് വിളിച്ചാലെന്താണ് നാളെ വരാൻ പറയും വിളിക്കാൻ പറ്റില്ല അമ്മ ദൂരെയാണ് താമസിക്കുന്നത് ഒറ്റയ്ക്ക് മറ്റൊരു നഗരത്തിൽ എന്നെ ഈ അവസ്ഥ
കുട്ടിക്കാലത്ത് എനിക്ക് അച്ഛനും വരുമ്പോഴുണ്ടല്ലോ അമ്മ സ്വന്തം കൈകൊണ്ട് സ്പെഷ്യൽ കിച്ചടി ഉണ്ടാക്കി തരുമായിരുന്നു. അമ്മയുടെ കൈകൊണ്ടുള്ള ആ കിച്ചടി മരുന്നിൻ്റെ പണി ചെയ്യുമായിരുന്നു. വളരെ നന്ദിയുണ്ട് സിസ്റ്റർ. ശരിക്കും ഉമ്മയുടെ കിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്ദി എന്നോടല്ല, മാത്തമാടത്തിനോട് പറയും. അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ കിച്ചടി. പക്ഷേ ഈ മാർത്തമാടം എന്താ എപ്പോഴും ഇത്രയും സ്ട്രിക്റ്റ് ആയിരിക്കുന്നത്? അതാണ് എൻ്റെ കാര്യം. ഞങ്ങൾ നേഴ്സുമാരുടെ ശകാരമാണ് കാണപ്പെടുന്നത്. എന്നാൽ ആ ശകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആരും ചിലപ്പോഴൊക്കെ കാണാതെ പോകുന്നു. ഞങ്ങളുടെ മാത്തമാടം അവർ ഇങ്ങനെയാണ്. സംസാരത്തിൽ കാർക്കശ്യം, പക്ഷെ മനസ്സുകൊണ്ട് മുന്നിൽ. അമ്മയെപ്പോലെ ശാന്തതയും നായകന്മാരുമായ എല്ലാ നേഴ്സുമാർക്കും ആശംസിക്കുന്നു. ഹാപ്പി നേഴ്സ് ഡേ. ഈ പിള്ളേരെ വിളിച്ചില്ലോ, ഞാൻ ചോട്ടെ, ഞാൻ തരുന്നില്ലേടാ. ഞങ്ങൾ ഈ കലാകാരന്മാരെ അതെ, നിങ്ങളെ പോലെ ഒന്നല്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്തെ ഞാൻ പറഞ്ഞതിന്റെ മോഹിനിയാട്ടത്തിൽ പാട്ടിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് അഭ്യനാട് കാര്യം ഈ പോയിട്ട് പതിനെട്ടുന്നേ കുടുംബത്തിന്റെ പാസ്ബുക്ക് മേടിച്ചിട്ട് ഞാൻ ചെല്ലും. ഞാൻ പോകണോ? ആ ഒന്ന് ചെല്ലുമോ? ഇവിടെ അമ്മായിക്കൊള്ളല്ലേ എനിക്ക് പോവാം. അല്ല അപ്പൊ ഇവർക്ക് ട്യൂഷൻ എടുക്കാനോ? ട്യൂഷൻ ഇപ്പോൾ ഒഴിവാക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. ഞാൻ പഠിപ്പിച്ചോളാം ഇവരെ. അവള് പഴയ PDC അല്ലേ? അല്ല എന്നെ വൈകി പഠിപ്പിക്കാനൊക്കെ അറിയോ? ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. ആടെ പോലെ വൈകി പഠിപ്പിക്കാനൊക്കെ അറിയാം. PDC അല്ലേ? അതൊക്കെ പഠിക്കണ്ടേ? ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയിലൊന്നും അമ്മായി പഠിച്ചു തരാട്ടാ. അപ്പൊ നമുക്ക് പഠിക്കാം. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക. അവിടെ മാറി ഇരിക്കും. സ്ഥലത്ത് പോയിരിക്കും. മോളുടെ പേരെന്താ? നീ ഏതൊക്കെയുണ്ട്? ഇംഗ്ലീഷ് വേണ്ട. നമുക്ക് കണക്കെടുക്കാം. കണക്കാവുമ്പോൾ അമ്മയുടെ കണക്കൂട്ട് തെറ്റാവില്ല. അപ്പൊ നമുക്ക് കണക്കെടുക്കാം. കണക്കൊന്നും ഞാൻ കൊണ്ടുവരില്ല. കണക്ക് കൊണ്ടുവന്നില്ലേ? ഇതിന് നീ എന്താ കൊണ്ടുവന്നേ? കാര്യം കിട്ടിയതാ. ഇതിലെന്നെ മാക്സിമം ഇവിടെ
അറിയാത്ത ബുക്ക് എഴുതോ? അതിന്റെ പേരെന്താ? ശ്രേയ. ഈ തട്ടിട്ട് നമുക്ക് ശ്രേയാന്ന് പേരാ. എന്തെങ്കിലും ചെന്ന് പറയും. ഞാനെന്ത് പറയാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ തുറന്നാലേ അവർ കേൾക്കുള്ളൂ. അതൊക്കെ എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും കുമ്മയന ഉണ്ടമ്മായി കഴിഞ്ഞു. ഒന്ന് ചോദിക്കട്ടെ, ഭക്ഷണത്തിൽ ഫൈബർ കുറവാണോ? ആശീർവാദ മൾട്ടിഗ്രെയിൻസ് ഫുൾ ഓഫ് ഫൈബർ. ഇത് കുടുംബത്തിന്റെ ദഹന കാര്യങ്ങൾ പരിപാലിക്കുന്നു. ആശീർവാദ മൾട്ടിഗ്രെയിൻസ്. ഹാപ്പി ടമ്മി ഫോർ ഹാപ്പി യു. Srewen ruwali apiti. Saya macam langit kucing. എന്തൊക്കെ ചെയ്യാം? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടമാവും. ഒരു നല്ല ചെങ്ങായിമാരാണേ.
കേൾക്കാം എന്നാ ചെയ്യുന്ന കൈ മാറ്റില്ല. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? അമ്മായി പോയി. ഓള് പോയാലേ അല്ലെങ്കിൽ കയ്യിലേ തരാം. ഓ. പഠിപ്പിച്ചിടയ്ക്ക് ആവശ്യമായി ഭർത്താവിനോട് അപ്പൊ പറയാം ഇത്ര പറഞ്ഞിരുന്നു എനിക്ക് അതിന്റെ ഭർത്താവിനെ എന്താ വിളിക്കുന്നത് എനിക്കതില് ഇട്ടവിട്ട് വരെ പോവാ ഞാൻ പോവാൻ വന്നേ നിങ്ങൾ പോയില്ലേ എനിക്ക് കുറച്ച് ബന്ധിച്ചിട്ട് വേണോ? അവിടെ ഇരിക്കുന്നുണ്ട് സുപ്ര നാളെ മറക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ തീർത്തിനിപ്പോ ഞാൻ തരാം എന്തായാലും പറഞ്ഞിട്ടോ ഓക്കെ എന്താ ചോദിച്ചേ? കുറച്ച് ദിവസം ഞാൻ നോക്കിയിട്ട് എടാ ചുക്കൂറോടെ വേണ്ട എന്ത് ചോദിച്ചേ? നീ മേലി വരുമ്പോൾ ശിശു പറഞ്ഞ കാക്കാണ്ടല്ലോ സ്ഥിതി ഓനോട് പറഞ്ഞേക്ക്. നശിപ്പിച്ച് കടപ്പടിക്കാനല്ലേ പറഞ്ഞു ഞാനിതൊന്ന് പഠിക്കാറിയോ പിന്നെ എനിക്കറിയാവുന്ന നടക്കും ഞാൻ അമ്മയുടെ ചുരിദാറല്ലേ ചുരിദാർ പഠിക്കാറിയോ അടുക്കില്ല ചെറുതായി ടൈറ്റാക്കി അല്ല ഞാൻ പ്ലാനെന്ന് പറയോ ഞാൻ അടിച്ചു ഒരു ബോട്ടൊക്കെ വരും അത് ഒക്കെ തന്നെ ഇവിടെ ഒറ്റയ്ക്കിരുന്നല്ല അടിക്കണേ അവിടെ 100 ആൾക്കാരില്ലോ പിന്നെ അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി ചെറിയ കുട്ടിയല്ലേ അടിച്ചടിച്ച് എവിടെയും നിൽക്കാതിരുന്നാൽ മതി സുപ്ര ഞാൻ പറയണത് ഒന്നും മിണ്ടാണ്ട് പോയി തരും ഇത് കാണണേന്ന് ഷുഗൂര് ചാടി ഒറ്റ വെട്ടല് ഓന്റെ കിളി പോയി എന്റെ സത്യമായിട്ടു ഓളോട് വെച്ചു എന്താണ് പ്രശ്നം എടി ചാടി അടിച്ചോ ഷുക്കൂറല്ലേ എന്തേലും മനസ്സിലല്ലേ സത്യത്തെ ഷുക്കൂർ അടിച്ചേ സത്യം അടിച്ചോണ്ടല്ല ചാടി അടിച്ചു ഷുക്കൂർ ചാടി അടിച്ച് വിശ്വസിച്ചാൽ മതി എന്നാ ചോള തലോട്ടത്തില് താഴത്തുള്ള കളിയൊന്നും വേണ്ട തല കൊടുത്തവളെ എല്ലാം ഷുക്കൂർ ചാടി അടിച്ച് അമ്മയാണ് അമൃതേച്ചിയാണ് ബാബുയാണ് സത്യമാണ് അതെ ഷുക്കൂർ പോരും വേണമെങ്കിലേ ഓനോട് പോയി ചോദിച്ചിട്ട് നിന്റെ തലയിലാണ് സത്യത്തിന് കളി സത്യക്ക് കുറച്ച് വേട്ടെ ഇവിടെ ഉണ്ടടി സത്യം ഇവിടെ അപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ കട എൻ്റെ അടുത്ത് പബ്ലിക്കുണ്ടോ ഇന്ത്യയിലാ കൊന്നുള്ളൂ ഇതെല്ലാം കണ്ടിട്ടുള്ളൂ ഇതുണ്ടോ ഇതിനെ ടൂട്ടടിക്ക് പറയും ഇതാടാ പബ്ലിക്ക് പിടിക്കാൻ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഒന്നേ കൊടലി ഒട്ടി പിടിച്ച് ഓപ്പറേഷൻ ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് അവരുണ്ടോ പോണോ എനിക്ക് വിശ്വാസമില്ല ഇതേവി കിട്ടുന്നേ എൻ്റെ അമ്മയുടെ കുളിഞ്ഞ കഥ പറഞ്ഞെ ശരിയല്ലോ പബ്ലിക്ക് മോനെ പബ്ലിക്കോനുണ്ടാവാൻ വായിച്ചു എന്നിട്ട് എൻ്റെ മുഖം കൂടെ